പൃഥ്വിരാജിന്റെ ഖലീഫ സിനിമയുടെ നമ്മൾ കാത്തിരുന്ന അപ്ഡേറ്റ്, അല്ലു അർജുൻ ലോകേഷ് സിനിമയുടെ വമ്പൻ സസ്പെൻസ് പുറത്ത്, ഒപ്പം തന്നെ ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുഞ്ചാക്കോ ബോബൻ നായകനായിട്ടെത്തിയ ഉന്മാദം റിലീസിനെത്തിയിട്ട് ഇന്ന് 7 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. 7 ദിവസത്തെ ഉന്മാദത്തിന്റെ കേരള കളക്ഷൻ 3,75,00,000 രൂപയും വേൾഡ് വൈഡ് കളക്ഷൻ 4,78,00,000 രൂപയുമാണ്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 8 കോടി രൂപ. ദളപതി വിജയ് ചിത്രം ജനനായകന്റെ ആദ്യ 15 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 15 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 16,25,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 141,63,00,000 രൂപയും സ്വന്തമാക്കിയ ജനനായകന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 321,55,00,000 രൂപയാണ്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 400 കോടി രൂപ. ഹോളിവുഡ് സൂപ്പർ ഹീറോ ചിത്രം സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ റിലീസിനെത്തിയിട്ട് ഇപ്പോൾ 8 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. 8 ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 27,95,00,000 രൂപ. ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 422,28,00,000 രൂപ. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ $1.2 ബില്യൺ, അഥവാ 11,300 കോടി രൂപ. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 2,100 കോടി രൂപ. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഹോളിവുഡ് സിനിമകളുടെ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തേക്ക് ബ്രാൻഡ് ന്യൂ ഡേ എത്തപ്പെട്ടിട്ടുണ്ട്. അതും വെറും 8 ദിവസങ്ങൾ കൊണ്ട് 422 കോടി രൂപയുമായി. 454 കോടി രൂപയുമായി അവഞ്ചേഴ്സ് എൻഡ് ഗെയിം 2-ാം സ്ഥാനത്തും 461 കോടി രൂപയുമായി അവതാർ ദ വേ ഓഫ് വാട്ടർ ആണ് 1-ാം സ്ഥാനത്തുമുള്ളത്. ബ്രാൻഡ് ന്യൂ ഡേയുടെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ എത്രയായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ലോകേഷ് കനകരാജ് നായകനായിട്ടെത്തിയ DC എന്ന ചിത്രത്തിന്റെ ആദ്യ ദിന ട്രാക്കിംഗ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ആദ്യ ദിനം 3 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 6-7 കോടി രൂപയോളവുമാണ് DC സ്വന്തമാക്കാൻ സാധ്യത. ഹോളിവുഡ് ചിത്രം ഒഡീസി റിലീസിനെത്തിയിട്ട് ഇന്നേക്ക് 21 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. ചിത്രത്തിന്റെ 21 ദിവസത്തെ കേരള കളക്ഷൻ 11,70,00,000 രൂപ. ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 208,20,00,000 രൂപ. ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ $988 മില്യൺ, അഥവാ 9,400 കോടി രൂപ. ദ ഒഡീസിയുടെ ടോട്ടൽ ബഡ്ജറ്റ് 2,380 കോടി രൂപ. വിസ്മയ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ തുടക്കം. ചിത്രത്തിന്റെ ആദ്യ ദിന ട്രാക്കിംഗ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം 2 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി ആദ്യ ദിനം 2,75,00,000 രൂപയോളവുമാണ് ഇതുവരെ തുടക്കത്തിൽ നേടാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ നാളെ ഉച്ചയോടെയാവും പുറത്തുവരിക. നിവിൻ പോളി, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത് വരുന്ന ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസിന് ഒരുങ്ങുന്നു എന്നൊരു വാർത്ത നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 9-ാം തീയതി ഞായറാഴ്ച ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ട്രെയിലർ പുറത്തു വരാനാണ് സാധ്യത. എന്തായാലും സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്നോ നാളെയോ പുറത്തു വന്നേക്കാം. ജയസൂര്യയെ നായകനാക്കി രതീഷ് വേഗ സംവിധാനം ചെയ്തു വരുന്ന ഒരു മിലിറ്ററി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഓപ്പറേഷൻ ട്രാൽ. NIA ഓഫീസർ നയൻ എന്ന കഥാപാത്രമായിട്ടാണ് ജയസൂര്യ ഈ ചിത്രത്തിലെത്തുന്നത്. ഈ ചിത്രത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് വർക്കുകളെല്ലാം തന്നെ ഇപ്പോൾ പൂർത്തിയായതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ട്രാലിൽ നടന്ന തീവ്രവാദ ആക്രമണവും തുടർന്നുണ്ടാകുന്ന രഹസ്യ അന്വേഷണങ്ങളുമാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന് വേണ്ടി ജോബി ജോർജ് നിർമ്മിക്കുന്ന ഓപ്പറേഷൻ ട്രാലിന്റെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് വർക്കുകൾ ദ്രുതഗതിയിൽ പൂർത്തിയായെങ്കിൽ കൂടി കുറച്ചധികം നീണ്ടു നിൽക്കുന്ന ഇൻഡോർ ഷൂട്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും സിനിമയ്ക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതിനാൽ തന്നെ ഈ വർഷം അവസാനം ക്രിസ്മസ് റിലീസായി ഓപ്പറേഷൻ ട്രാൽ റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ബോളിവുഡിൽ നിന്നും വളരെ പ്രതീക്ഷകളോടെ ഈ വർഷം റിലീസിനെത്താനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് എപ്പിക് ഫാന്റസി സിനിമയാണല്ലോ രാമായണ. രൺബീർ കപൂർ, യഷ്, സായി പല്ലവി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന രാമായണയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഈ ഒരു ട്രെയിലർ യൂട്യൂബിൽ നിന്നും ഇതിനോടകം 1 ബില്യൺ വ്യൂസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സിനിമയുടെ ട്രെയിലറിന് 1 ബില്യൺ വ്യൂസ് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത്. വരുന്ന നവംബർ മാസം 6-ാം തീയതി ദീപാവലി റിലീസായി രാമായണ തിയേറ്ററുകളിലേക്ക് എത്തും. നയൻതാര, കവിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു എടവൻ സംവിധാനം ചെയ്ത് വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് സിനിമയാണ് ഹായ്. ഇപ്പോഴത്തെ ചിത്രം റിലീസിനോടടുക്കുന്ന ഈ ഒരു വേളയിൽ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഹായിയുടെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. മേ ബി സിനിമയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തു വന്നേക്കാം. യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ഒരു കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ടോക്സിക്. യഷിനൊപ്പം കിയാര അദ്വാനി, രുക്മിണി വസന്ത്, നയൻതാര തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ടോക്സിക്കിന്റെ ട്രെയിലർ റിലീസിനെത്തുന്നു. നാളെ ഓഗസ്റ്റ് 8-ാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന വിപുലമായ ട്രെയിലർ ലോഞ്ച് ഫംഗ്ഷനിലൂടെയാണ് ടോക്സിക്കിന്റെ ട്രെയിലർ പുറത്തുവരിക. അതേസമയം തന്നെ യൂട്യൂബിൽ KVN പ്രൊഡക്ഷൻസിന്റെ ചാനലിലൂടെ സോഷ്യൽ മീഡിയയിലേക്കും ട്രെയിലർ റിലീസിനെത്തും. വമ്പൻ ബഡ്ജറ്റിൽ KVN പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ടോക്സിക് വരുന്ന ഓഗസ്റ്റ് 26-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തും. വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു ജാപ്പനീസ് സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഗോഡ്സില്ല -0. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന നവംബർ മാസം 6-ാം തീയതി ദീപാവലിയോടനുബന്ധിച്ച് ബോളിവുഡ് ബ്രഹ്മാണ്ഡ ചിത്രം രാമായണയോട് ക്ലാഷ് റിലീസായിട്ടാണ് -0 റിലീസിനെത്തുക. ഇന്ത്യയിലെ പ്രിന്റിന് കൃത്യമായി 2 മണിക്കൂറും 16 മിനിറ്റുമാണ് സിനിമയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം. ഇതേ ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രമായ ഗോഡ്സില്ല -1 ഇന്ത്യയിൽ OTT റിലീസ് ചെയ്തപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിരുന്നു. അതിനാൽ തന്നെ വളരെ പ്രതീക്ഷകളോടെയാണ് -0 ഇന്ത്യയിൽ റിലീസിനെത്തിക്കുന്നത്. കിനാവള്ളി എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായ
വിഷ്ണു രാമചന്ദ്രന്റെ തിരക്കഥയിൽ സൈജു കുറുപ്പിനെ നായകനാക്കി രാജീവ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആരം. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ഈ ചിത്രത്തിൽ സൈജുവിനൊപ്പം സിദ്ദിഖ്, അസ്കർ അലി, അഞ്ജു കുര്യൻ, സുധീഷ്, മനോജ് കെ ജയൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഗുഡ് ഹോപ്പ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജുനൈസ് ബാബു നിർമ്മിക്കുന്ന ആരം വരുന്ന സെപ്റ്റംബർ മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തും. നാനിയെ നായകനാക്കി ശ്രീകാന്ത് ഒഡേല സംവിധാനം ചെയ്യുന്ന ദ പാരഡൈസ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇന്നലെ പുറത്തു വന്നിരുന്നു. 1980കളിലെ ചേരികളുടെയും അടിത്തട്ടിൽ ജീവിക്കുന്ന ജനങ്ങളുടെയും അതിജീവനത്തിന്റെ കഥയാണ് പാരഡൈസിന്റെ പശ്ചാത്തലമെന്ന് ഈ ഒരു ടീസർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ചോര പുരണ്ട ശരീരവും നീണ്ട മുടിയുമുള്ള നാനിയുടെ വ്യത്യസ്ത ലുക്ക് തന്നെയാണ് ടീസറിന്റെ ഹൈലൈറ്റ്. അനിരുദ്ധിന്റെ മ്യൂസിക്കും ശ്രീകാന്ത് ഒഡേലയുടെ സംവിധാന മികവും സിനിമ കാണാനുള്ള ആകാംക്ഷ ടീസറിൽ തന്നെ സമ്മാനിക്കുന്നുമുണ്ട്. അതേസമയം നമ്മൾ കണ്ടും കേട്ടും മടുത്തിട്ടുള്ള കഥയാണ് സിനിമയുടേതെന്ന് തോന്നുന്നത് ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാക്കുന്നുമുണ്ട്. എങ്കിലും മികച്ച ഒരു തിരക്കഥ സിനിമയ്ക്കുണ്ടെങ്കിൽ പാൻ ഇന്ത്യൻ രീതിയിൽ പാരഡൈസിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരുന്ന സെപ്റ്റംബർ 24-ാം തീയതി മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ പാരഡൈസ് റിലീസിനെത്തും. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത് വരുന്ന ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ എന്റർടൈൻമെന്റ് സിനിമയാണല്ലോ ഖലീഫ. ചിത്രത്തിന്റെ കേരളത്തിലെ ഫാൻ ഷോ ടിക്കറ്റുകളെല്ലാം തന്നെ അതാത് തിയേറ്ററുകളിൽ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കേരളത്തിൽ രാവിലെ 6 മണി മുതൽ തന്നെ ഖലീഫയുടെ ആദ്യ ഷോ ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. എന്നാൽ ഇതുവരെ കൃത്യമായ സമയം കൺഫേം ചെയ്തിട്ടില്ല. ഇതിനിടയിൽ സിനിമയുടെ ഭാഗത്തു നിന്നും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്ന് മൂവി ടീം പുറത്തുവിട്ടിരുന്നു. സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ആമിർ അലി എന്ന കഥാപാത്രത്തിന്റെ അമ്മയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നൂർജഹാൻ എന്ന മോഹിനിയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് മാത്രവുമല്ല, വരും ദിവസങ്ങളിൽ ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളുടെയും ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തിറക്കി ഇനി റിലീസ് വരെയുള്ള ഓരോ ദിവസങ്ങളിലും ഖലീഫ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കാനുള്ള പദ്ധതിയിലാണ് അണിയറ പ്രവർത്തകർ. എന്തായാലും കാത്തിരിക്കാം വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഖലീഫയുടെ റിലീസിനായി. സൂര്യയെ നായകനാക്കി വെങ്കിയാട്ലൂരി സംവിധാനം ചെയ്ത വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സമ്പന്നനായ ഒരു സിംഗപ്പൂർ സിംഗിൾ ഫാദറുടെ വേഷത്തിലാണ് സൂര്യ ചിത്രത്തിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലിക്കെത്തുന്ന താരതമ്യേന പ്രായം കുറഞ്ഞ ഒരു ജീവനക്കാരിയായി മലയാളി താരം അമിത ബൈജുവും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇവർക്കിടയിലുള്ള പ്രായവ്യത്യാസവും അതുവഴിയുള്ള വൈകാരിക നിമിഷങ്ങളും പ്രണയവുമാണ് ട്രെയിലറിന്റെ പ്രധാന ആകർഷണം. രാധിക ശരത് കുമാർ, രവീണ ടണ്ടൻ തുടങ്ങി വലിയൊരു താരനിരയും ചിത്രത്തിൽ ഭാഗമാകുന്നുണ്ട്. ജി വി പ്രകാശിന്റെ സംഗീതവും ചിത്രത്തിന്റെ മേക്കിംഗും സിനിമയോടുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു. വരുന്നത് മികച്ചൊരു ഇമോഷണൽ ഡ്രാമ ഫീൽ ഗുഡ് മൂവിയാണെന്നുള്ള ഉറപ്പും ട്രെയിലർ സമ്മാനിക്കുന്നുണ്ട്. വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി വിശ്വനാഥൻ ആൻഡ് സൺസ് തിയേറ്ററുകളിലേക്ക് എത്തും. അല്ലു അർജുനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് തെലുങ്കു പാൻ ഇന്ത്യൻ സിനിമയാണ് AA23. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന AA23 എന്ന ചിത്രത്തിൽ അല്ലുവിനൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ബോളിവുഡ് താരം ഷാഹിദ് കപൂറും എത്തുമെന്ന് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ചിത്രത്തിൽ ഇതുവരെ കാണാത്ത തികച്ചും വ്യത്യസ്തമായ ഗെറ്റപ്പിലും ലുക്കിലുമായിരിക്കും അല്ലു അർജുൻ എത്തുകയെന്നും ഇതിനോടകം തന്നെ അല്ലുവിന്റെ ലുക്ക് ടെസ്റ്റ് വർക്കുകൾ മൂവി ടീം കംപ്ലീറ്റ് ചെയ്തെന്നും അറിയാൻ സാധിച്ചിട്ടുമുണ്ട്. വരുന്ന 2027 ജനുവരി മാസത്തിലാണ് AA23യുടെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് തുടക്കമാവുക. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ അതിമനോഹരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിമനോഹരത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ നിർത്തിവെച്ചതിനെ തുടർന്ന് സിനിമയ്ക്കുള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചതായി ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആ വാർത്തകളൊക്കെ വെറും പൊള്ളയാണെന്ന് കാണിച്ചുകൊണ്ട് അതിമനോഹരത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണം ശബരിമലയിൽ വെച്ച് ആരംഭിക്കാൻ പോകുന്നു. നിലവിൽ കേരളത്തിൽ തകർത്തു പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിമനോഹരത്തിന്റെ ശബരിമല ഷെഡ്യൂൾ ചിത്രീകരണത്തിന് തുടക്കമാവും. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകളും വിശേഷങ്ങളും എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.